ഷിയാദേ എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ അടിപൊളിയല്ലേ? ദാൽ കറി അടിപൊളിയല്ലേ? അടിപൊളി സൂപ്പർ. ഓക്കെ, ദാൽ കറി അച്ഛനാ? ഓക്കെ 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 ഓക്കെ. ഇനി ഞാൻ കഴിച്ചോട്ടെ കേട്ടോ. ഹലോ, നമസ്കാരം. ഏവർക്കും സുഖമാണെന്ന് കരുതുന്നു. അതുപോലെ എല്ലാവരും സേഫാണെന്നും കരുതുന്നു. പിന്നെ ഇന്ന് സ്പെഷ്യൽ ബംഗ്ലാദേശി ദാൽ കറിയും അതുപോലെ ബസ്മതി റൈസാണ് ഇന്ന് കഴിക്കാൻ പോണത്. അത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ എളുപ്പത്തിൽ ചെയ്യണതാണ്. നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പെട്ടെന്ന് ചെയ്തിട്ട് ഞാൻ പോണതാണ്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ കഴിച്ചിട്ട് വന്നു, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ്. എത്രയും പെട്ടെന്ന് സ്പീഡാക്കി നമുക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒക്കെ ചെയ്യാൻ പെട്ടെന്ന് കറിയൊക്കെ വെക്കാനുണ്ടല്ലോ. അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായി കാണണം. ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ പുതിയ കാണുന്ന പ്രേക്ഷകർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. കൂടെ കാണുന്ന ബെല്ലൈക്കണം ഒന്ന് ഇടിച്ചു പൊടിക്കും. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോക്ക് പോകും. അപ്പോൾ വീഡിയോക്ക് പോകാൻ മുമ്പായിട്ട് ദാൽ കറിക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ്ട തക്കാളി 2 എടുത്തിട്ടുണ്ട്, 3 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ പച്ചമുളക് കുറച്ചുണ്ട്, അതുപോലെ നമ്മുടെ വെളുത്തുള്ളി ഒരു 6-7 പീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി ചെറിയ കഷ്ണം കേട്ടോ. ഓക്കെ, ഇഞ്ചി ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ പരിപ്പ് 1 കപ്പിൻ്റെ ഒരു 1/4 ഭാഗം പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് ഇൻഗ്രീഡിയൻസ് കേട്ടോ. ഓക്കെ, ഇനി അത് കട്ട് ചെയ്തിട്ട് ഇതാക്കാം. നന്നായി കഴുകിയിട്ട് നമ്മുടെ കുറച്ച് വെള്ളം നിറച്ചിട്ടുണ്ട്. 3 പേർക്ക് കഴിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വെള്ളം നിറച്ചിട്ടുണ്ട്. പാകത്തിന് അളവ് വെള്ളം നിറയ്ക്കുക കേട്ടോ. ഓക്കെ, ഇഞ്ചിയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ചെറിയ ചെറിയതല്ലേ കട്ട് ചെയ്യുന്നത്, ഇവരിങ്ങനെ വലുതായിട്ട് കട്ട് ചെയ്യുന്നു. വെളുത്തുള്ളിയാണ് കട്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ചേരുവകൾ കേട്ടോ. ഇഞ്ചി, തക്കാളി, അതുപോലെ പച്ചമുളക്, പിന്നെ സവോള, പിന്നെ വെളുത്തുള്ളി. ഓക്കെ, അങ്ങനെ അടുപ്പത്ത് വെച്ചു. പിന്നെ കൂടെ ജീരകമാണ് കേട്ടോ മുകളിൽ കിടക്കുന്നത്. കുറച്ച് ജീരകമുണ്ട്, അതാണ് മുകളിൽ കിടക്കുന്നത്. അങ്ങനെ അടുപ്പത്ത് വെച്ചു. പരിപ്പും വെള്ളം പിന്നെ ജീരകം ഉണ്ട് കേട്ടോ. ജീരകം കുറച്ചിങ്ങനെ നമ്മുടെ എണ്ണയിലിട്ടിട്ട് ഇതാക്കിയ ജീരകമാണ്. ഓക്കെ, മിക്സ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ വെളുത്തുള്ളിയും തക്കാളിയും അതുപോലെ പച്ചമുളകും ഇഞ്ചിയും നമ്മുടെ എല്ലാം കൂടിയിട്ട് ഇതാ മിക്സ് ചെയ്തിട്ടുണ്ട്. 2 മിനിറ്റ് മൂടി വയ്ക്കാനാണ് പറയുന്നത് കേട്ടോ. 2 മിനിറ്റ്. ഓക്കെ, തുറന്നുണ്ട്. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ഇടാൻ പോണത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, അളവിന് കൂടുതലാവരുത് കേട്ടോ. കുറച്ചാണ് ഇട്ടിരുന്നു. ഓക്കെ ഓക്കെ, ഇനി കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അളവെടുക്കുന്നില്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് 3 പേർക്ക് കഴിക്കുന്ന പോലത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അളവെടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക എല്ലാവരും. ഓക്കെ, കുറച്ച് ഉപ്പ് കേട്ടോ. ഇളക്കുണ്ട്, ഇളക്ക. കുറച്ചുകൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി മൂടി വയ്ക്കണം എന്ന് പറഞ്ഞാണ്. അപ്പോൾ ലാസ്റ്റ് കുറച്ചും കൂടി നമ്മുടെ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട്. നന്നായി മൂടി വയ്ക്കണം. ഒരു 10-15 മിനിറ്റ് ഇരിക്കട്ടെ പറഞ്ഞു.